ഹായ്, മനോജ് ഡ്രീം വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് KSFE ഒരു സ്കീമിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു ചിട്ടി ചേർന്നു, എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ആ ചിട്ടി പിടിക്കാതെ നിങ്ങൾക്ക് അത് മുടക്ക് വരുത്തിയെങ്കിൽ ആ ചിട്ടി തുക ഫുള്ളായിട്ട് നിങ്ങൾക്ക് അടച്ച് ഡിഫോൾട്ട് തീർക്കാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഡിഫോൾട്ട് തീർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 25% മുതൽ 50% വരെ പലിശയിൽ ഇളവ് നേടാൻ കഴിയും. ചിട്ടിയിലുണ്ട്, ലോണിലും ഉണ്ട്. അപ്പൊ ചിട്ടിന്റെ കേസിൽ വരികയാണെങ്കിൽ നിങ്ങളിപ്പോ 2023 ഡിസംബർ 31 വരെ ഡിഫോൾട്ട് വരുത്തിയ ചിട്ടികൾക്കാണ് നിങ്ങൾക്ക് പലിശയിൽ ഇളവ് ലഭിക്കുന്നത്. അത് മാക്സിമം ഒരു ചിട്ടിയിൽ നിങ്ങൾ 75% വരെ ഡിഫോൾട്ട് വരുത്തിയ ചിട്ടികൾക്കാണ് ഇളവ് നൽകുന്നത്. ഇതിന്റെ കാലാവധി 2024 ഫെബ്രുവരി 1 മുതൽ 2024 മാർച്ച് 31 വരെയാണ് ഇതിന്റെ കാലാവധി. അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാഷ് കയ്യിൽ എടുക്കാൻ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് KSFE തന്നെ ബ്രിഡ്ജ് ലോൺ ഉണ്ട്. ആ ലോണിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഈ ഡിഫോൾട്ട് തീർക്കാവുന്നതാണ്. അങ്ങനെ തീർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പലിശയിൽ ഇളവ് ലഭിക്കുന്നതാണ്. നമുക്ക് പിന്നെ നോക്കാനുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് മുടക്ക് ചിട്ടി ചിട്ടി ചേർന്നു, അത് നിങ്ങൾക്ക് തുടർന്ന് അടയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ചിട്ടി വേറൊരാൾക്ക് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ മാറ്റി കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അത് മാറ്റിയെടുക്കാം. അതായത് നിങ്ങളുടെ ചിട്ടി ഇപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കാൻ കഴിയും. 5000 വെച്ചിട്ട് 40 മാസം എന്ന് പറഞ്ഞാൽ 2 ലക്ഷത്തിന് ചിട്ടി. എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ ചിട്ടി ചേർന്നു, എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ചിട്ടി നിങ്ങൾക്ക് മുടക്ക് വരുത്തി പിന്നീട് അടയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ചിട്ടി വേറൊരാൾക്ക് മാറ്റിയെടുക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ മാറ്റിയെടുക്കുന്ന സമയത്ത് ഈ ചിട്ടിയിൽ കിട്ടുന്ന കിഴിവ് ആരാണോ ചിട്ടി ഏറ്റെടുക്കുന്നത് അവർക്കാണ് അതിന്റെ ലാഭം കിട്ടുക, കിഴിവ് കിട്ടുക. പിന്നെ ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത് ഇതിൽ ഇൻട്രസ്റ്റ് വരില്ല, കിഴിവും കിട്ടും, ഇൻട്രസ്റ്റും വരില്ല. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി, അതായത് മുടക്കച്ചിട്ടി എന്നാ പറയുന്നത്. മുടക്കച്ചിട്ടി എടുക്കുന്നവർക്ക് അങ്ങനെ കൂടി ഒരു ഗുണമുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചിട്ടി എടുത്ത് അത് വേഗം വിളിച്ച് നിങ്ങളുടെ ലോണും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യാനുള്ളൊരു അവസരം കൂടി നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. അങ്ങനെ കിട്ടുന്ന സമയത്ത് ഇതിപ്പോ 2 ലക്ഷത്തിന്റെയാണ്, 5 ലക്ഷത്തിന്റെയുണ്ട്, 10 ലക്ഷത്തിന്റെയും 15 ലക്ഷം ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള ചിട്ടികൾ, പല ടൈപ്പ് ചിട്ടികളും ഇതുപോലെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാൻ കഴിയും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ലാഭം കിട്ടും, അതേപോലെ സമയം നിങ്ങൾക്ക് ഇതിലൂടെ ലാഭം കിട്ടും. ഈ സ്കീമിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ KSFE ബന്ധപ്പെട്ട് ഞാൻ ഏകദേശം ഒരു 20-25 വീഡിയോകളോളം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് KSFE ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വീഡിയോയിൽ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുറെ സംശയങ്ങൾ മാറിക്കിട്ടും. അപ്പൊ ഈ സ്കീം കേരളത്തിലെ KSFE എല്ലാ ശാഖകളിൽ നിലവിൽ ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.